പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കറിയാം 2019 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വമ്പൻ ഭൂരിപക്ഷം, എനിക്ക് 5 ലക്ഷത്തി ചില്ലാനത്തിൻ്റെ ഭൂരിപക്ഷത്തിന് മറ്റാണ് രാഹുൽ ഗാന്ധി ജയിച്ചത്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി 2024 തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വീണ്ടും മത്സരിച്ചു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ച് രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു. പിന്നെ 2024 പ്രിയങ്ക ഗാന്ധി വീണ്ടും വയനാട് ഒന്ന് മത്സരിച്ചു. 4,14,000 വോട്ടിൻ്റെ വമ്പൻ ഭൂരിപക്ഷത്തിനാണ് പ്രിയങ്ക ഗാന്ധി വയനാട് നിന്ന് ജയിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, പ്രിയങ്ക ഗാന്ധി 2029 തെരഞ്ഞെടുപ്പിൽ വയനാടിൽ നിന്ന് മത്സരിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ വയനാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ UDFൻ്റെ ഒരു ഉറച്ച കോട്ടയാണ് എന്ന് നമുക്കറിയാം. എത്രയോ കാലങ്ങളായി അവിടെ UDF ആണ് ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഷാനവാസ് ജയിച്ചു. അതിനുശേഷം രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആയിട്ട് ഇങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ UDFന് ലഭിക്കുന്ന ഒരു മണ്ഡലമാണ് വയനാട്. ആ വയനാട് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറിയ കൂറും മുസ്ലിം ലീഗ് ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. മലപ്പുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളാണ് അതിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും വയനാട് മത്സരിച്ച് വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതിൽ മുസ്ലിം ലീഗിനുള്ള പങ്ക് അവിസ്മരണീയമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഏക മനസ്സോടുകൂടിയുള്ള പ്രവർത്തനമാണ്. അവിടെ രാഹുൽ മത്സരിച്ചാലും പ്രിയങ്ക മത്സരിച്ചാലും അവർക്ക് ഇതുപോലുള്ള വമ്പൻ ഭൂരിപക്ഷം കിട്ടാൻ കാരണം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും സ്വന്തം സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ താല്പര്യത്തിൽ അവരെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ജനക്കൂട്ടം വളരെ വലുതാണ് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന് വയനാട്ടിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിനേക്കാൾ വളരെ താരതമ്യേന ദുർബലമായിട്ടുള്ള സംഘടനാ സംവിധാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്കായാലും പ്രിയങ്ക ഗാന്ധിക്കായാലും ആ നിലയിൽ മുസ്ലിം ലീഗിനോട് വലിയ നന്ദിയുണ്ട്, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും വയനാട് ഒന്ന് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയേക്കാൾ പോലും സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടിയാണ് മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും വയനാട് മത്സരിപ്പിക്കാൻ അരയും തലയും മുറുക്കി ഇറങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ഒന്നിലധികം തവണ നമ്മൾ കണ്ടിട്ടുള്ളത്. അതാണ് ആ ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കുന്നത്. 5 ലക്ഷത്തി ചില്ലാനത്തിൽ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയായിട്ട് 4,14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 2024 വിജയിച്ചത്. സുഹൃത്തുക്കളെ, എന്നാൽ 2029 തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ വാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായി. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണല്ലോ വയനാട്. അവിടെ ഇപ്പോൾ വലിയൊരു ദുരന്തം നടന്നു. മണ്ണിടിഞ്ഞു വീണ് 4-5 പേര് മരിച്ച ഒരു ദുരന്തം നടന്നു. ആ ദുരന്തം നടന്ന് എത്രയോ ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി അവിടെ സന്ദർശിക്കാൻ, 2 ആഴ്ച കഴിഞ്ഞപ്പോഴോ മറ്റോ ആണ് പ്രിയങ്ക ഗാന്ധി ആ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കാൻ അവിടെ എത്തുന്നത്. അത് സംബന്ധിച്ച് വലിയ വിമർശനമൊക്കെ വന്നതാണ്, നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ആ ദുരന്തം നടന്ന സമയത്ത് തന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ വരേണ്ടതായിരുന്നു. പക്ഷേ 14 ദിവസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് അവർക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതതിൻ്റെ ഒരു സൂചനയായിട്ടാണ് എനിക്ക് അതിനെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം അതുമൊക്കെയായി ബന്ധപ്പെട്ട് നടന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. ആ സംഭവ വികാസങ്ങളും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊക്കെ മുസ്ലിം ലീഗിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എന്നെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം ലീഗാണല്ലോ പ്രിയങ്ക മത്സരിച്ചാലും രാഹുൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാന തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയൊക്കെ താല്പര്യത്തിന് വിരുദ്ധമായി സതീശൻ്റെ താല്പര്യത്തിനൊപ്പം നിന്നോ എന്നുള്ള ഒരു സംശയം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ടായോ എന്നുള്ള സംസാരം കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം.
രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ താല്പര്യം അതായിരുന്നു. ജയിച്ചു വന്ന MLA മാരിൽ ബഹുഭൂരിപക്ഷം പേരും KC വേണുഗോപാലിനെയാണ് പിന്തുണച്ചത് എന്നുള്ളതും വസ്തുതയായി. അപ്പോൾ സ്വാഭാവികമായും KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നുള്ളതായിരുന്നു കേന്ദ്ര നേതൃത്വത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ വിശ്വാസം. എന്നാൽ അവിടെ പുറമേ KC വേണുഗോപാലിനോടൊപ്പം നിൽക്കുകയാണ് എന്നുള്ള ഒരു ധാരണ പരത്തിയെങ്കിലും ഉള്ളാലെ സതീശന് വേണ്ടി മുസ്ലിം ലീഗ് ചരട് വലിച്ചു എന്നുള്ളൊരു സംശയം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഉണ്ട്. കാരണം തങ്ങൾ സതീശന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന് പരസ്യമായി മുസ്ലിം ലീഗ് പറഞ്ഞില്ല. പരസ്യമായി അവർ പറഞ്ഞത് തങ്ങൾക്ക് അക്കാര്യത്തിൽ നിലപാടൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഉള്ളാലെ അവർ സതീശന് വേണ്ടി ചരട് വലിച്ചു എന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്രൂഷ്യലായിട്ടുള്ളൊരു ഘട്ടം വന്നപ്പോൾ സതീശൻ അല്ലെങ്കിൽ തങ്ങൾ മന്ത്രിസഭയിൽ പോലും പങ്കെടുക്കില്ല എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് പോയി. സതീശനാണ് എന്നുള്ളത് ഇന്ന സമയത്തിനുള്ളിൽ തീരുമാനിക്കണം എന്നൊക്കെ ഉള്ളൊരു നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പോയി. സതീശനല്ല മുഖ്യമന്ത്രി ആകുന്നതെങ്കിൽ വയനാട് തങ്ങൾ എടുക്കുന്ന നിലപാടുകളിൽ ചിലപ്പം മാറ്റം വരും എന്നുള്ള ഒരു പരോക്ഷ സൂചന മുസ്ലിം ലീഗ് നൽകി. ഇതൊക്കെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒട്ടും രസിച്ചിട്ടില്ല, സുഖിച്ചിട്ടില്ല എന്നാണ് ആധികാരികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അവർ ഉറച്ചു വിശ്വസിച്ചിരുന്ന KC വേണുഗോപാലായിരിക്കും. KC വേണുഗോപാലിനെ തങ്ങൾ തീരുമാനിച്ചാൽ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുമെന്നായിരുന്നു. സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ്സാണ് തീരുമാനിക്കാറുള്ളത്. കോൺഗ്രസ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണയും അങ്ങനെ വരുമെന്നാണ് തങ്ങൾ വിചാരിച്ചിരുന്നതെങ്കിലും അതിന് വിരുദ്ധമായി, തങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായി മുസ്ലിം ലീഗ് സതീശനെ പിന്തുണച്ചു എന്നുള്ളത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അതിൻ്റെ ഒരു പ്രതിഫലനമായി നമുക്ക് കാണാൻ കഴിയുന്നത് VD സതീശനെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നതേ ഇല്ല എന്നുള്ളതാണ്. VD സതീശൻ കേരള മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും അവിടെ ചെല്ലുമ്പം ഒരു പരിഗണനയും VD സതീശന് ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാമല്ലോ, ജന്തർ മന്തർ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആ ഒരു വിഷ്വൽ കണ്ടതല്ലേ. പ്രിയങ്ക ഗാന്ധി ആവേശത്തിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ മീഡിയ വൺ പറഞ്ഞതുപോലെ വിളിക്കാത്ത കല്യാണത്തിന് ചെന്നതുപോലെ ഒരു ഗ്ലം ഫേസുമായി VD സതീശൻ അവിടെ നിൽക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് VD സതീശനോട് താല്പര്യം കുറഞ്ഞു എന്നുള്ളത് വളരെ വളരെ വ്യക്തമായ സുഹൃത്തുക്കളെ. അതായത് അടുത്ത തവണ വയനാട്ടിൽ സതീശൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് പ്രശ്നം വരുമെന്നുള്ള പോസ്റ്ററുകൾ വയനാട് പ്രത്യക്ഷപ്പെട്ടു സുഹൃത്തുക്കൾ. അത് ശരിക്കും കോൺഗ്രസിലെ കേന്ദ്ര നേതൃത്വത്തിനൊക്കെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ പ്രതിഫലനമായിട്ടാണ് VD സതീശൻ കേന്ദ്ര നേതൃത്വത്തിൽ ചെന്നപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണാൻ ചെന്നപ്പോഴും തണുത്ത പ്രതികരണം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് പ്രിയങ്ക ഗാന്ധി വടക്കേ ഇന്ത്യയിൽ ഏതോ ഒരു മണ്ഡലത്തിൽ അവർക്ക് മത്സരിക്കാനുള്ള കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത തുലം കുറവാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവർക്ക് മുസ്ലിം ലീഗിനോടുള്ള അസ്വസ്ഥത, അവർക്ക് VD സതീശനോടുള്ള അസ്വസ്ഥത, ഇതൊക്കെ ഇതിൽ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ആധികാരികമായി നമുക്ക് ലഭിക്കുന്ന വിവരം.